പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. ഓരോ ദിവസത്തിൻ്റെയും വില അറിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്, ആരോഗ്യമുണ്ടാകുന്നത്, ഐശ്വര്യമുണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം തുടക്കം എന്നുള്ളത് ആത്മീയതയുടെ പെർസ്പെക്റ്റീവിൽ വളരെ കൃത്യമായ രീതിയിൽ പണ്ട് തൊട്ടേ നമ്മൾ ആചരിച്ചു പോരുന്നുണ്ട്. ബുദ്ധിയും വിവേകവുമുള്ള ഋഷീശ്വരന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതശൈലി, മനുഷ്യൻ്റെ ജീവിതശൈലി എങ്ങനെയായിരിക്കണം, അതെല്ലാം തന്നെ ആത്മീയതയിൽ അധിഷ്ഠിതമായിരുന്നു. ഇപ്പോഴും അത് ആചരിക്കുന്നവരുണ്ടല്ലോ അല്ലേ. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ അതീവ സൂക്ഷ്മമായ സയൻസാണ് ഇരിക്കുന്നത്. നമ്മൾ പ്രഭാതത്തിൽ ചിന്തകൾ ഉണരുമ്പോൾ മുതൽ പ്രദോഷത്തിൽ അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ ചിന്തകൾ അസ്തമിക്കുന്ന ഉറക്കം വരെയുള്ള ഓരോ ജീവിതശൈലിയിലും ഒരു സ്പിരിച്വൽ കൺസെപ്റ്റിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതശൈലി ചിട്ടപ്പെടുത്തിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരു റിഥം, താളം എല്ലാത്തിനും ലഭിക്കുകയുള്ളൂ. അപ്പം ആദ്യം തന്നെ ഒന്ന് ഓർക്കാം, നമ്മുടെ ബുദ്ധി ഉണരുന്നതിന് മുമ്പ് തന്നെ ഉണർന്നിരിക്കുന്ന നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണല്ലോ ആത്മാവ് എന്ന് പറയുന്നത്. പരമാത്മാവിൻ്റെ ഭാഗമായി ജീവാത്മാവ് എപ്പോഴും ഉണർന്നു തന്നെ ഇരിക്കുകയാണ്. ആ ആത്മാവാണല്ലോ ചിന്തയെ ഉണർത്തുന്നത്, അല്ലെ ബുദ്ധിയെ ഉണർത്തുന്നത്. അപ്പോൾ ബുദ്ധി ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചിന്തിക്കാനാണ് തുടങ്ങുന്നത് അല്ലേ. ചിന്തയിൽ നിന്നാണ് പ്രവൃത്തി വരിക. അപ്പോൾ ആദ്യം എങ്ങനെയായിരിക്കണം, ഏത് പൊസിഷനിൽ നിന്നാണ് നമ്മൾ കിടക്കുന്നതെങ്കിലും, ബെഡിൽ കിടക്കുന്നതെങ്കിലും വലത്തോട്ട് തിരിഞ്ഞ് കിടക്കുക 1 മിനിറ്റ്. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ അറകളിലേക്കെല്ലാം കൃത്യമായ രീതിയിൽ രക്തപ്രവാഹം എത്തണം. ചടേന്ന് ചാടി എണീക്കരുത്. അതൊക്കെയാണ് പലപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്കിനൊക്കെ വഴിതെളിക്കുന്നത്. അപ്പം വളരെ ശാന്തമായ രീതിയിൽ വലത്തോട്ട് തിരിഞ്ഞ് വലം തിരിഞ്ഞ് കൈകുത്തി കിടക്കൽ എഴുന്നേറ്റിരിക്കുക. കാല് കഴിവതും നിലത്ത് തൊടരുത്. കാരണം നമ്മുടെ ഈ ബോഡി 6-7 മണിക്കൂർ റെസ്റ്റിലാണ്. ഓരോ 9 മിനിറ്റ് കഴിയുമ്പോഴും ഡെഡ് സെൽസ് കൊണ്ട് മാലിന്യമായിക്കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യ ശരീരം. അപ്പം ഒരു നെഗറ്റീവ് വൈബ് ഭൂമിയിൽ തൊടാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നു. ഇത് കാല് നിലത്ത് നമ്മൾ ചവിട്ടി കഴിയുമ്പോഴാണ് എർത്ത് ചെയ്ത് പോകുന്നത്. ആ ഒരു ക്ലെൻസിങ് നടക്കും. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഭൂമിയായിട്ട് യാതൊരു സ്പർശവും ഇല്ലാതിരിക്കുകയാണ്. അങ്ങനെ കിടക്കയിൽ വലത് വശം വെച്ച് എണീറ്റിരുന്ന ശേഷം കൈകൾ ആദ്യം നിലത്ത് തൊടുക. അത് ഭൂമിദേവിയെ തൊട്ട് വണങ്ങുക. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് സ്പിരിച്വാലിറ്റിയുടെ വേയിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്, ചെയ്തു പോരുന്നു. ഭൂമിദേവി കാരണം നമ്മളെ നിലനിർത്തുന്നതും നമ്മുടെ എല്ലാ ഉറപ്പിൻ്റെയും ആധാരം, ഏറ്റവും ശക്തിയുള്ളതും ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഉള്ളത് എവിടെയാണ്? വ്യാകരണ സ്വഭാവമുള്ള ഭൂമിക്കാണ്. ഭൂമിയിലാണ് എല്ലാം താങ്ങിയത്. അപ്പോൾ ഭൂതത്വത്തിലേക്ക് നമ്മുടെ കൈകൾ കൊണ്ട് സ്പർശിക്കുമ്പോൾ, കൈ എന്ന് പറയുന്നത് നമ്മുടെ എനർജി റിലീസ് ചെയ്യുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കേന്ദ്രമാണല്ലോ. അപ്പം ഈ ബ്ലഡ് സർക്കുലേഷൻ കംപ്ലീറ്റ് താഴെയുന്ന മുകളിലേക്ക് തലച്ചോറിലേക്കും എത്തുന്നു. അപ്പോഴാണ് ടോട്ടലി ഒരു ബാലൻസ് ആകുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ടോക്സിസിറ്റിയും അത് എർത്ത് ചെയ്യപ്പെടും താഴേക്ക്. പിന്നെ ഡീഎർത്ത് ചെയ്ത് കൈയെടുത്തു. അങ്ങനെ ഈ ഒരു പ്രക്രിയയ്ക്ക് ശേഷം പിന്നീട് കാഴ്ചയാണല്ലേ. വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകളും കാര്യങ്ങളിലോട്ട് കാഴ്ചകൾ പോകരുത്. നമുക്ക് സ്വന്തം കരങ്ങളിലേക്ക് ഒന്ന് നോക്കുക. എന്നിട്ട് ആ കരങ്ങളിലേക്ക് നോക്കി പലപ്പോഴും നമ്മൾ മതാധിഷ്ഠിതമായ ചില മന്ത്രങ്ങളൊക്കെ, അല്ലെ നമുക്ക് ഈ ലോകത്തേക്ക് സൃഷ്ടിച്ച സൃഷ്ടാവിനെ സ്മരിച്ചുകൊണ്ട്, അല്ലെ കരാഗ്രഹസ്ഥേ ലക്ഷ്മി, കരമൂലേ സരസ്വതി, അങ്ങനെയുള്ള ചില മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി 2 കൈകളെ ഒന്ന് നോക്കുന്നു. ആ കൈകളിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ പോസിറ്റീവായിട്ടുള്ള എനർജിയുടെ ഒരു ഫ്ലോ നമ്മളിലേക്ക് ചാർജ് ചെയ്യുകയാണ്. സത്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ തന്നെ ആ ഒരു വൈബ്രേഷൻ അറിയാൻ സാധിക്കും. അതിനെ കാഴ്ചയിലൂടെ, കണ്ണിലൂടെ ആവാഹിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അപ്പം തന്നെ ഒരു ക്ലെൻസിങ്, ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എത്ര സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഉള്ളവരാണെങ്കിലും സത്വഗുണം എപ്പോഴും കൺസിസ്റ്റൻ്റായി നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിയകൾ ആദ്യമേ നമ്മൾ ചാർജ് ചെയ്തിരിക്കണം. ഇതെല്ലാം കാലങ്ങളായിട്ട് പലപ്പോഴും ഉണരുമ്പോൾ എങ്ങനെ ഉണരണം, ഉറങ്ങുമ്പോൾ എങ്ങനെ ഉറങ്ങണം, ഇതെല്ലാം കേട്ടിട്ടുണ്ട്. ചില ചിട്ടകളിലൂടെ മാത്രം നമ്മൾ പോകുന്നു. പക്ഷേ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള സയൻസിലേക്ക് പോകുമ്പോൾ ഇത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പലപ്പോഴും കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ തലമുറയിലുള്ളവരൊക്കെ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ആചാര്യന്മാർ ചെയ്യാൻ പറയുമ്പം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്.
കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഇതിനൊക്കെ എന്ത് പ്രസക്തി എന്ന് വിചാരിച്ചിട്ട് നിർത്തിക്കളയും. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള സാരാംശം നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ കോച്ചബിൾ ആയിട്ടില്ല. ഒരാളൊരു കാര്യം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലേക്ക് പിടിക്കപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആത്മീയ ശാസ്ത്ര സെഗ്മെൻറ്റിലൂടെ ഓരോ പ്രവൃത്തികളുടെയും സ്പിരിച്വാലിറ്റി നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയും ചെയ്യുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള സയൻസ്, ശാസ്ത്രീയത മനസ്സിലാക്കുന്നു. അത് പുതിയ തലമുറക്ക് കൂടെ കിട്ടിയാലോ അവർ തീർച്ചയായിട്ടും, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത് നോക്കൂ, എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണർവുണ്ടാകുന്നത്, മാറ്റമുണ്ടാകുന്നത്, ഇതൊക്കെ അവർക്ക് ഈ രീതിയിൽ ചിന്തിച്ചാൽ അവർക്ക് മനസ്സിലാവും. അപ്പോഴോ അത് കുറേശ്ശെ അവർ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നുള്ളതാണ്. അപ്പം ആത്മീയശാസ്ത്രത്തിൽ ഇതേപോലെ നിരവധി കാര്യങ്ങൾ നമ്മുടെ ദിനചര്യകളുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്നു. ഇതിനെയെല്ലാം യഥാവിധി മനസ്സിലാക്കി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ്, ആദ്യം ശ്രവിക്കുക, ശ്രവണം, മനനം, ആചരണം. പല നല്ല കാര്യങ്ങളും ശ്രവിക്കുന്നതോടൊപ്പം തന്നെ മനനം ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനനം ചെയ്ത് നോക്കാം, സെൽഫായിട്ട് എക്സ്പാൻഡ് ചെയ്യുക മനസ്സിൽ. ദെൻ അതുകൊണ്ട് മാത്രമായില്ല, ആചരണം, പ്രാക്ടിക്കലി ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഡെയിലി പ്രായോഗിക ജീവിതത്തിലേക്ക്, പ്രാക്ടിക്കൽ ലൈഫിലേക്ക് എത്താൻ സാധിച്ചാൽ നിങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പരിവർത്തനത്തിൻ്റെ പാതയിലായിരിക്കും. ശരിയല്ലേ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.